നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. അനർഹരെ ഉൾപ്പെടുത്തി ക്ഷേമ പെൻഷൻ പദ്ധതി അട്ടിമറിക്കുന്ന കോട്ടയ്ക്കൽ നഗരസഭയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയ്ക്കൽ നഗരസഭ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിൽ സെമിനാറും വിവാദം. UDF സർവീസ് സംഘടനയുടെ സെമിനാർ സർക്കാർ വിരുദ്ധ പരിപാടിയാണെന്ന ആരോപണം ഉയർന്നതോടെ സർക്കാർ ഇടപെട്ട് തിങ്കളാഴ്ചത്തെ സെമിനാർ തടഞ്ഞു. പരീക്ഷ ആധുനികവൽക്കരണം, സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ നടത്താനിരുന്ന സെമിനാറാണ് സർക്കാർ ഇടപെടലിനെ തുടർന്ന് മുടങ്ങിയത്. മലപ്പുറത്തിന് വീണ്ടും ഫുട്ബോൾ ആരവം വന്നെത്തുകയാണ്. ഡിസംബർ 22 മുതൽ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ജില്ലയിലെ മികച്ച ടീമുകൾ ഏറ്റുമുട്ടുന്ന എലൈറ്റ് ഫുട്ബോൾ അരങ്ങേറും. പെരിന്തൽമണ്ണ അമ്മിനിക്കാട് പോത്തിനെ കടിച്ചുകൊന്ന സ്ഥലത്ത് വീണ്ടും അജ്ഞാത ജീവിയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ അധികൃതർ ക്യാമറ സ്ഥാപിച്ചു. പ്രദേശത്ത് മണ്ണിൽ കണ്ടെത്തിയ കാൽപാദത്തിന്റെ അടിസ്ഥാനത്തിൽ പുലിയാകാനുള്ള സാധ്യത അധികൃതർ തള്ളിക്കളയുന്നില്ല. ആനമറി പ്രദേശത്ത് ആനക്കൂട്ടമെത്തി കൃഷിയിടത്തെ കായ്ഫലമുള്ള തെങ്ങുകൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. ഈന്തൻകുഴിയിൽ യൂസഫിന്റെ കൃഷിയിടത്തിലെ 5 തെങ്ങുകൾ നശിപ്പിച്ചു. 3 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിലെ പകുതിയിലധികം തെങ്ങുകൾ ആനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട്. തേങ്ങയ്ക്ക് നല്ല വിലയുള്ള സമയത്താണ് തെങ്ങുകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നത്. സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ ശാരീരികമായി ഉപദ്രവിച്ച് 4.5 പവൻ കൈക്കലാക്കി മുങ്ങിയ യുവാവ് അറസ്റ്റിൽ. മലപ്പുറം പരപ്പനങ്ങാടി കോട്ടത്തറ ഉള്ളിശ്ശേരി വിവേകാണ് അറസ്റ്റിലായത്. കരിമ്പിൻചുള്ളിപ്പാറ വയലിലെ സമൂസക്കുളം നവീകരിച്ചപ്പോൾ കുളവും പരിസരത്തെ കനാലും വീതി കുറച്ചത് മഴവെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ ബാധിച്ചതായി പരാതി. മഴവെള്ളം NS ൽ നിന്നും വയലിലേക്ക് പരന്നൊഴുകാനും കൃഷിനാശത്തിനും ഇടയാക്കിയെന്നും പരാതിയിലുണ്ട്. തിരൂരിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ചരക്ക് ലോറിയിടിച്ച് വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. തിരൂർ നഗരത്തിൽ റോഡ് മുറിച്ചു കടക്കാൻ കാൽനടയാത്രക്കാർ ഏറെ പ്രയാസപ്പെടുകയാണ്. ജീവൻ പണയം വെച്ചാണ് സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.